മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിൽ ഈ തെരഞ്ഞെടുപ്പിൽ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തല. കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താനാണ് ധാരണ. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്തു. ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ മാത്രം ഒന്നും ചെയ്തിരുന്നില്ലെന്നും ചെന്നിത്തല ആരോപിച്ചു. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ മുഖ്യമന്ത്രി അമിത്ഷായുടെ പേരെടുത്ത് വിമർശിക്കുന്നത്? പ്രധാനമന്ത്രിയുടെ പേരെടുത്ത് വിമർശിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അസംബ്ലിക്ക് അകത്തുമില്ല, അസംബ്ലിക്ക് പുറത്തുമില്ല. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ ധാരണ കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള ഈ രാഷ്ട്രീയ ധാരണ ഇത്തവണ ഇവിടെ വേവാൻ പോകുന്നില്ല, നടക്കാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് വസ്തുതകൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. സെയ്ഫ് സൈലാദ്ദീൻ വീറുകളുമായി ചേരുന്നു. സെയ്ഫ്, ഈ ഡീൽ തന്നെയാണോ ഇന്നും അജണ്ട? ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രതികരണം കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് അജിംസ് നോക്കിക്കാണാൻ കഴിയുക. കാരണം കഴിഞ്ഞൊരു 4-5 ദിവസമായിട്ട് ഈ ഡീൽ ആരോപണത്തിൽ തന്നെ നിൽക്കുകയാണ്. ഈ ഡീൽ ആരോപണത്തിൽ പുതിയ എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ്സ്, പുതിയ എന്തെങ്കിലും ഒരു വാദം മുന്നോട്ട് വെക്കാൻ വേണ്ടി ഇത് കൊണ്ടുവന്ന UDF ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇതിനെ പ്രതിരോധിക്കുന്ന LDF ആണെന്നുണ്ടെങ്കിൽ പഴയ 91 തെരഞ്ഞെടുപ്പിലെ ബേപ്പൂർ വടകര മോഡൽ പോലിബി സഖ്യം ആ വിഷയം ഉയർത്തുന്നു. പിന്നീട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും BJP ടീമായി പ്രവർത്തിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ തന്നെ തട്ടി നിൽക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇനി 2 ആഴ്ച കാലമാണുള്ളത്. സാധാരണഗതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഒരു വിഷയം 1-2 ദിവസം ഉണ്ടാകും. അത് കഴിയുമ്പോൾ വിഷയം മാറി ഇങ്ങനെ പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇടയ്ക്ക് മുഖ്യമന്ത്രിയുടെ ചെറ്റ എന്ന പ്രയോഗം, മറ്റേ രാഷ്ട്രീയ ചെറ്റത്തരമാണ് കാണിച്ചതെന്നുള്ള പ്രയോഗം അതിടയ്ക്കൊന്ന് ഉയർന്നു വന്ന് പോയെങ്കിലും പിന്നീട് അങ്ങനെ സജീവമായി രാഷ്ട്രീയത്തെ മൊത്തത്തിൽ പിടിച്ചുലയ്ക്കുന്ന, തെരഞ്ഞെടുപ്പിനെ മൊത്തത്തിൽ പിടിച്ചുലയ്ക്കുന്ന എന്തെങ്കിലും ഒരു വിഷയത്തിലേക്ക് ഊന്നിക്കൊണ്ട് വരാൻ വേണ്ടി കഴിയുന്നില്ല. ഇപ്പോൾ ഇവർ UDF ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ ഈ LDF നേതാക്കന്മാർ വന്ന് പ്രതിരോധിക്കുന്നു, തിരികെ ആരോപണം ഉന്നയിക്കുന്നു. എന്നതിനപ്പുറത്തേക്ക് കടന്ന് പുതിയ എന്തെങ്കിലും സാധനം ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ്. ഇത് പുതിയ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ പോലിബി സഖ്യം ഈ അജണ്ടയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പുതിയ ഡെവലപ്മെന്റ്സ്, പുതിയ തെളിവ് എന്തെങ്കിലും പുറത്തു വന്നിരുന്നെങ്കിൽ അതിനകത്ത് ഒരു പുതുമയുണ്ടായിരുന്നു. പക്ഷേ ആ പുതുമയില്ലാതെ എല്ലാ ദിവസവും UDF നേതാക്കന്മാർ ഈ ഡീൽ ആരോപണം മുന്നോട്ട് വെക്കുന്നു. 10 മണ്ഡലത്തിൽ ഡീലുണ്ട് എന്ന് പറയുന്നു. ജനങ്ങളത് കേട്ട് ജനങ്ങളുടെ മനസ്സിൽ ഇത് ഓൾറെഡി ഉണ്ട്. പക്ഷേ എല്ലാ ദിവസവും അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ മറ്റ് വിഷയങ്ങൾ ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് കാണാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി കഴിഞ്ഞ 2 ദിവസമായി പര്യടനം നടത്തുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുടനീളം സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി ആദ്യം പറയുന്നത്. അദ്ദേഹം സംസാരിക്കുന്ന ആദ്യത്തെ ഒരു 80-85% സമയത്തിലും അദ്ദേഹം അത് തന്നെയാണ് പറയുന്നത്. പിന്നീടാണ് ഉയർന്നു വന്ന രാഷ്ട്രീയ വിഷയങ്ങൾക്കുള്ള മറുപടിയിലേക്ക് മുഖ്യമന്ത്രി കടക്കുന്നത്. അത് അധിക സമയമില്ല, ചെറിയ പോയിന്റുകൾ എടുത്ത് ഓരോ ആരോപണത്തിന് മറുപടി പറഞ്ഞു പോകുന്ന രീതിയാണ് മുഖ്യമന്ത്രിയിൽ നിന്നും കാണുന്നത്. മുഖ്യമന്ത്രിയും പുതിയൊരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിന്റെ അജണ്ട നിശ്ചയിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പോയിന്റായി തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും അജിംസ് ചോദിച്ചപ്പോൾ തന്നെ ഈ സമയത്ത് ഇനി 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ ഈ സമയത്തും ഡീൽ ആരോപണത്തിൽ തട്ടിയാണ് തെരഞ്ഞെടുപ്പ് രംഗം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ഒറ്റ കാര്യം കൂടി സെയ്ഫ്, ഈ പറവൂർ മണ്ഡലത്തിൽ പ്രചാരണത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അദ്ദേഹത്തെ മണ്ഡലത്തിൽ തളച്ചിടാൻ LDF കഴിഞ്ഞു. അപ്പൊ ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നേതാവിനോട് രാത്രി സംസാരിക്കുകയുണ്ടായി അജിംസ്. ഈ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് പ്രതിപക്ഷ നേതാവ് പഴയ പോലെ സജീവമായി എല്ലായിടത്തും പോകുന്നത് നിങ്ങൾ കണ്ടോ, പ്രചരണ രംഗത്ത് അങ്ങനെ അധികമായി നിങ്ങൾ കണ്ടോ എന്നുള്ള ചോദ്യം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷെ പറവൂർ മണ്ഡലം എന്ന് പറയുന്നത് അദ്ദേഹം കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് അദ്ദേഹം തന്നെ ജയിച്ചു വരുന്ന സ്ഥലമാണ്. നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുന്ന സ്ഥലമാണ്. ടൈസൺ മാസ്റ്റർ മണ്ഡലം മാറി, കൈപ്പോങ്കലം മാറി പറവൂരിലേക്ക് വരുമ്പോൾ CPIയുടെ സംവിധാനങ്ങളാകെ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ശക്തനായ സ്ഥാനാർത്ഥി വന്നു എന്നൊരു ഫീല് പറവൂർ മണ്ഡലത്തിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് CPMന്റെയും CPIയുടെയും നേതാക്കന്മാർ തന്നെ പറയുന്നത്. ഒരു മത്സരത്തിന്റെ ഫീൽ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളൊരു പ്രതീതി അവർക്ക് ഉണ്ട്. പൂർണ്ണമായും തളച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായിട്ട് എല്ലാ ജില്ലകളിലും യാത്ര ചെയ്യണം. ഇപ്പോൾ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്ന പോലെ ആ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തെ നയിക്കേണ്ടയാൾ VD സതീശനാണ്. പക്ഷേ അദ്ദേഹം കുറച്ച് ദിവസങ്ങൾ, ഈ പര്യടനത്തിന്റെ ഇടയിലെ കുറച്ച് ദിവസങ്ങൾ മണ്ഡലത്തിൽ ചെലവഴിക്കുന്നു എന്നത് തന്നെ LDF സംബന്ധിച്ചിട്ട് ഒരു ആശ്വാസം നൽകുന്നതും അവിടുത്തെ തെരഞ്ഞെടുപ്പ് രംഗം മുറുകിയെന്ന ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ് എന്നാണ് ഇടത് കേന്ദ്രങ്ങൾ തന്നെ വിലയിരുത്തുന്നത്. അജിത്, ശരി. സെയ്ഫ്, ഒരു കാര്യം കൂടി, ഈ ഡീൽ ആരോപണം ഏതൊക്കെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് UDF ഉന്നയിക്കുന്നു എന്നുള്ളതും പ്രസക്തമാണ്. ഉദാഹരണത്തിന് പാലക്കാട്, മഞ്ചേശ്വരം, അങ്ങനെ കുറേയധികം മണ്ഡലങ്ങൾ പറയുന്നുണ്ട്. ഈ മണ്ഡലങ്ങളിൽ മാത്രം
ഡീലുണ്ട് എന്നാണോ യു ഡി എഫിന്റെ ആരോപണം? അതല്ല, മൊത്തത്തിൽ ഒരു ഡീലാണ് എന്ന് പറയുന്നത് എത്രമാത്രം യു ഡി എഫിന് പിന്നീട് വിനയാവും, എൽ ഡി എഫിന് ഗുണകരമാവും? അത് ഈ ഡീൽ ആരോപണത്തിൽ തട്ടി മാത്രം പ്രചരണ രംഗം മുന്നോട്ട് പോകുന്നത് ഏതെങ്കിലും തരത്തിൽ യു ഡി എഫിന് ഗുണം ചെയ്യുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല അജിംസ്. കാരണം ഒരു ഡീൽ ആരോപണം മാത്രം ഉന്നയിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരെ നിങ്ങൾക്കൊന്നും പറയാനില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രീയ നിരീക്ഷിക്കുന്ന ആൾക്കാരിൽ നിന്ന് ഉണ്ടാകും. നിങ്ങൾ BJP CPM ആരോപണം, അത് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്ത് രണ്ട് മുന്നണികളും പരസ്പരം ഉന്നയിക്കുന്നതാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നാലും എല്ലാം നമ്മൾ ആദ്യം കേൾക്കുന്നത് CPM ഉം BJP യും തമ്മിൽ ഡീലുണ്ട്. ഇപ്പോൾ തിരിച്ച് CPM നേതാക്കൾ പറയുന്നു കോൺഗ്രസും BJP യും തമ്മിൽ ഡീലുണ്ട്. ഈ ആരോപണം എല്ലാ തെരഞ്ഞെടുപ്പ് രംഗത്ത് വരുന്നതാണ്. അതിന് 2-3 ദിവസത്തെ ആയുസ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പുതിയ എന്തായി തെളിവ് എന്തെങ്കിലും പുറത്തു വരണം. അതുകൊണ്ട് അതിൽ മാത്രം തട്ടി തെരഞ്ഞെടുപ്പ് രംഗം നിൽക്കുന്നത് പ്രതിപക്ഷത്തിന് ദോഷം ചെയ്യും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. CPM-ന്റെ നേതാക്കന്മാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് കാണുന്നതിനപ്പുറം ഈ പ്രചരണ വേദികളിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം മുഴുവൻ ഈ വികസനത്തിൽ ഊന്നിയുള്ള പ്രസംഗമാണ്. പിന്നീട് അദ്ദേഹം ഈ ഡീൽ ആരോപണത്തിനൊക്കെ മറുപടി പറഞ്ഞു പോകുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് കടന്ന് വേറെന്തെങ്കിലും വിഷയങ്ങൾ മാത്രം ഊന്നിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നില്ല. അതുകൊണ്ട് വിഷയം മാറ്റി പിടിക്കുന്നതാണ് രണ്ട് മുന്നണികൾക്കും നല്ലത് എന്നാണ് പൊതുവെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർ വിലയിരുത്തുന്നത്. ഇപ്പോൾ മണ്ഡലത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുത്ത മണ്ഡലങ്ങളെ കുറിച്ചാണ് അവർ പറയുന്നത്. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്യും. ഇപ്പോൾ റാന്നി മണ്ഡലം, ശബരിമല നിൽക്കുന്ന റാന്നി മണ്ഡലത്തിൽ ഇതണക്ക് ഡീലുണ്ട് എന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെക്കുന്നത്. അത് വെക്കാനുള്ള കാരണം അവിടെ ഏതാണ്ട് നല്ല വോട്ട് 32,000 പേരെ വോട്ടങ്ങാണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ നേടിയ സ്ഥലമാണ്, BJP നേടിയ സ്ഥലമാണ്. അവിടെ 2020-ക്കാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. എന്തിന് ഘടകകക്ഷിക്ക് സീറ്റ് കൊടുത്തു എന്നുള്ള ചോദ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്.